Derek Walcott is the most important West Indian poet and dramatist writing in English today. ഡെറക് വാൽക്കോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വെസ്റ്റ് ഇന്ത്യൻ പോയറ്റാണ്. അതോടൊപ്പം നാടകത്വമാണ് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. In his poems, we find his preoccupation with the national identity of the West Indies and their literature. ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ വി ഫൈൻഡ് ദ പ്രിയോക്കുപ്പേഷൻ വിത്ത് ദ നാഷണൽ ഐഡൻറ്റിറ്റി. അദ്ദേഹം പ്രധാനമായി മുഴുകിയിരിക്കുന്നത് ആ ദേശീയമായ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, വെസ്റ്റ് ഇൻഡീസുമായിട്ട് ആൻഡ് ദെയർ ലിറ്ററേച്ചർ, അതുപോലെ അതിൻ്റെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട്. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഹെറിറ്റേജ് ഓഫ് യൂറോപ്യൻ കൾച്ചർ, ആ സംഘർഷം, ആ പൈതൃകമുണ്ടല്ലോ, യൂറോപ്യൻ സംസ്കാരവും അതോടൊപ്പം ആഫ്രിക്കൻ സംസ്കാരവും തമ്മിലുള്ള ആ സംഘർഷം ഇസ് എ പാർട്ട് ഓഫ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് വാൽക്കോട്ട് ഡ്രോസ് ഓൺ ദിസ് കോൺഫ്ലിക്റ്റ്. ഈ സംഘർഷമാണ് വാൽക്കോട്ട് ഉപയോഗിക്കുന്നത് ഇൻ റൈറ്റിംഗ് ഹിസ് പോയിട്രി, തൻ്റെ കവിത എഴുതാൻ. എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ഇസ് എ പോയം ബൈ ഹിം. അദ്ദേഹത്താൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ഇറ്റ് ഈസ് ഇൻഡീഡ് ജെനുവിൻ ഇൻ ഫീലിംഗ് ആൻഡ് പവർഫുൾ ഇൻ എക്സ്പ്രഷൻ. വളരെ നല്ല ഫീലിങ്ങും ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ നല്ല ഫീലിങ്ങും പവർഫുൾ എക്സ്പ്രഷൻ, ശക്തമായ വികാര പ്രകടനവുമാണ് ഇതിനകത്ത് കാണുന്നത്. ദ ഫസ്റ്റ് സ്റ്റാൻസ പ്രസൻസ് വിത്ത് എ ഗ്രേറ്റ് ഇക്കോണമി ഓഫ് വേർഡ്സ്. ആദ്യ സ്റ്റാൻസ അവതരിപ്പിക്കുന്നത് ഗ്രേറ്റ് ഇക്കോണമി ഓഫ് വേർഡ്സ്, വാക്കുകൾ മിതപ്പെടുത്തിക്കൊണ്ട്. ദ ഹൊറിബിൾ സിറ്റുവേഷൻ ദാറ്റ് കോളനൈസേഷൻ ഹാസ് ബ്രോട്ട് അബൌട്ട്. കോളനിവൽക്കരണം എത്രമാത്രം ഭീകരമായ ഒരു അന്തരീക്ഷത്തെയാണ് സൃഷ്ടിച്ചത് എന്നാണ് കൊണ്ടുവരുന്നത്. വിവിഡ് ഇമേജസ് ഓഫ് കിക്കിയു ഗ്രാസിൻ്റെ വ്യക്തമായ ചിത്രം. ബാറ്റനിങ് അപ്പോൺ ദ ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ ലാൻഡ്, അത് തഴച്ച് വളരുകയാണ്. ആ ബ്ലഡ് സ്ട്രീംസ്, രക്തത്തിൽ നിന്ന് തഴച്ചു വളരുന്നു. ആൻഡ് കോപ്സ് സ്കാറ്റേഡ് ത്രൂ എ പാരഡൈസ്, ശവശരീരങ്ങൾ വിതറിക്കിടക്കപ്പെടുകയാണ്. പാരഡൈസ്, അത് വേംസിനെ സംബന്ധിച്ചിടത്തോളം പാരഡൈസാണ്, സ്വർഗമാണ്. വേംസ് ദാറ്റ് മേക്ക് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് കോപ്സസ്. അതോടൊപ്പം തന്നെ പുഴുക്കൾ, നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് കോപ്സസ്, ശവശരീരങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവും പുലർത്തുന്നില്ല. ഇതെല്ലാം സംസപ് ചുരുക്കി പറയുന്നു. ദ ഹൊറർ, ആ ഭീകരതയെ ചുരുക്കി വർണ്ണിക്കുന്നു. ദ വേംസ് ഡു നോട്ട് വാണ്ട് ടു വേസ്റ്റ് എനി കമ്പാഷൻ ഓൺ ദ സെപ്പറേറ്റ് റൈസസ്. ആ പുഴുക്കൾ ഒരിക്കലും എനി കമ്പാഷൻ, ഒരു അനുകമ്പയും കാണിക്കുന്നില്ല ആ സെപ്പറേറ്റ് റൈസസ്, ആ പ്രത്യേക വർഗങ്ങളിൽ. ദ ആഫ്രിക്കൻസ് ആൻഡ് ദ കോളനൈസേഴ്സ്, ആഫ്രിക്കൻസ് ആണോ യൂറോപ്യൻസ് ആണോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല, ആ പുഴുക്കൾ ചിന്തിക്കുന്നില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് റേസ് എന്ത് തന്നെയായാലും, അതായത് ആഫ്രിക്കൻസ് ആയാലും കോളനൈസർ ആയാലും, ദ ഡെഡ് ആർ എ ഫീസ്റ്റ് ടു ദ വേംസ്, മരിച്ചവർ പുഴുക്കൾക്ക് ആഹാരമാണ്. സ്കോളേഴ്സ്, പണ്ഡിതന്മാർ, ആൻഡ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, സ്ഥിതി വിവര കണക്കുമായി ബന്ധപ്പെടുന്നവർ, മേ ട്രൈ ടു ജസ്റ്റിഫൈ ദ കൊളോണിയൽ റൂൾ, അവർ ന്യായീകരിക്കാൻ ശ്രമിക്കും കോളനി ഭരണത്തെ ആഫ്രിക്കയിലെ. ദേ മേ സേ അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ റൂൾ, അവർ ആഫ്രിക്കയിൽ കോളനി ഭരണം ഉണ്ടായതുകൊണ്ടുള്ള നേട്ടങ്ങളെപ്പറ്റി പറയും. ബട്ട് ദർ ഈസ് നോ എൻഡ് ടു വയലൻസ് ആൻഡ് ബ്ലഡ് ഷെഡ്, പക്ഷേ ഇതിനൊരവസാനമില്ല, അക്രമത്തിനും രക്തച്ചൊരിച്ചിലിനും അവസാനമില്ല. എ വൈറ്റ് ചൈൽഡ് ഫോർ ഇൻസ്റ്റൻസ് ഹാസ് ബീൻ ഹാക്ക്ഡ് ടു ഡെത്ത്, ഒരു വെള്ളക്കാരി കുട്ടി മരണപ്പെട്ടു. ഹർ ലൈഫ് കനോട്ട് ബി സേവ്ഡ് ബൈ ജസ്റ്റിഫൈയിങ് കോളനൈസേഷൻ. ആ മരണത്തെ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ കോളനിവൽക്കരണത്തെപ്പറ്റി വാദോരാതെ പറഞ്ഞുകൊണ്ട്. ദ വൈറ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ആഫ്രിക്കൻസ് ആർ സാവേജസ്, വെള്ളക്കാർ ചിന്തിക്കുന്നത് ആഫ്രിക്കക്കാർ കാട്ടാളന്മാരാണെന്നാണ്. ആൻഡ് ദാറ്റ് ദേ ക്യാൻ ബി സാക്രിഫൈസ്ഡ്, അവരെ സാക്രിഫൈസ് ചെയ്യാം, കൊല്ലാം. ജസ്റ്റ് ആസ് ദ ജ്യൂസ് വെയർ എക്സ്റ്റെർമിനേറ്റഡ് ബൈ ഹിറ്റ്ലർ യഹൂദന്മാരെ എങ്ങനെയാണോ ജർമ്മനിയിൽ നിന്ന് തുടച്ചു മാറ്റിയത്, അതുപോലെ ആഫ്രിക്കക്കാരോട് പെരുമാറാം എന്നാണ് ചിന്തിക്കുന്നത്. നോ ജസ്റ്റിഫിക്കേഷൻ ഓഫ് കോളനൈസേഷൻ, കോളനിവൽക്കരണത്തിൻ്റെ ഒരു ന്യായീകരണവും ക്യാൻ ആർഗ്യൂ എവേ ദ റിയാലിറ്റി ഓഫ് വയലൻസ് ഇൻ ദ ലാൻഡ്. ആ റിയാലിറ്റി ഓഫ് വയലൻസ്, അക്രമത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. ദ സെക്കൻഡ് സ്റ്റാൻസ റിഫ്ലെക്ട്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് വയലൻസ്. രണ്ടാമത്തെ സ്റ്റാൻസ പ്രതിഫലിപ്പിക്കുന്നത് നേച്ചർ ഓഫ് വയലൻസ്, അക്രമത്തിൻ്റെ സ്വഭാവമാണ്. ഇൻ ദ ഏൻഷ്യൻ്റ് കിങ്ഡം ബീസ്റ്റ് ഓഫ് പ്രേ കിൽ ആൻഡ് ഈറ്റ് അതർ ആനിമൽസ്. പണ്ട് കാലത്ത്
ബീസ് ഓഫ് പ്രേ, ഇര പിടിക്കുന്ന മൃഗങ്ങൾ കൊല്ലുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട് മറ്റ് മൃഗങ്ങളെ. ദിസ് ഈസ് പാർട്ട് ഓഫ് നേച്ചേഴ്സ് ഡിസ്പെൻസേഷൻ, ഇത് സാധാരണ ഒരു പ്രകൃതി നിയമം മാത്രം. ബട്ട് എ മാൻ ഹു ക്ലെയിം സുപ്പീരിയോറിറ്റി ടു ആനിമൽസ്, പക്ഷെ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ സുപ്പീരിയർ ആണെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ കിൽസ് വിത്ത് ജോയ്, സന്തോഷത്തോടെയാണ് കൊല്ലുന്നത്. മാൻസ് ടെറിബിൾ സ്ലോട്ടർ, മനുഷ്യൻ്റെ ഭീകരമായ കൊലപാതകങ്ങൾ, കോൾഡ് വാർ, പലപ്പോഴും അതിന് യുദ്ധം എന്നാണല്ലോ പേരിട്ട് വിളിക്കുക. ഈസ് ഓഫൺ ഫോട്ട് ടു ദ അക്കമ്പനിമെന്റ് ഓഫ് ഡ്രംസ്, അത് പലപ്പോഴും യുദ്ധം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കുമല്ലോ. ഡ്രംസും വാർ ഡാൻസിൻ്റെയും ഡ്രമ്മിൻ്റെ സൗണ്ടുകളും ഒക്കെ കേൾപ്പിച്ചുകൊണ്ടായിരിക്കാം, സന്തോഷത്തോടു കൂടിയാണ് അവർ തുടങ്ങുന്നത്. ദ പോയറ്റ് ആഡ്സ് ദാറ്റ് വാട്ട് പാസസ് ഫോർ കറേജ്, കവി കൂട്ടിച്ചേർക്കുന്നു, ധൈര്യം എന്നത് പറയുന്നത് റിയലി നാച്ചുറൽ ഫിയർ ഓഫ് ഡെത്ത്, മരണഭയമാണ്, അതുമാത്രമാണ് അവിടെ ധൈര്യം. ദ സിറ്റുവേഷൻ ഇൻ ആഫ്രിക്ക ഈസ് ദാറ്റ്, ആഫ്രിക്കയിലെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ദ ഗെറില്ല ഫൈറ്റ്സ് വിത്ത് എ സൂപ്പർമാൻ, ആ ഗെറില്ല സൂപ്പർമാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഗെറില്ല സ്റ്റാൻഡ്സ് ഫോർ ദ ആഫ്രിക്കൻസ്, ഇവിടെ ഗെറില്ല എന്ന് പറയുന്നത് ആഫ്രിക്കക്കാർക്ക് വേണ്ടിയും സൂപ്പർമാൻ എന്ന് പറയുന്നത് വൈറ്റ് കോളനൈസർ വെള്ളക്കാർക്ക് വേണ്ടിയും നിലകൊള്ളുന്നു. ദ തേർഡ് സ്റ്റാൻസ ഈസ് ഇൻവേർഡ് ലുക്കിംഗ്, മൂന്നാം സ്റ്റാൻസയാകുമ്പോൾ കവി തന്നിലേക്ക് നോക്കുന്നു. ദ പോയിറ്റ് എക്സാമിൻസ് ഹിംസെൽഫ് ആസ് എ വിറ്റ്നസ് ടു ദ വയലൻസ്, കവിയാകട്ടെ എക്സാമിൻസ് ഹിംസെൽഫ്, പരിശോധിക്കുന്നു, തന്നെ പരിശോധന വിഷയമാക്കുന്നു. ആസ് എ വിറ്റ്നസ് ടു ദ വയലൻസ്, ഈ അക്രമത്തിന് സാക്ഷിയായിട്ട്. ഇൻ ഹിം ദ ടു ഹോസ്റ്റൈൽ സ്ട്രീംസ് മീറ്റ്, കവിയിൽ രണ്ട് എതിർ സ്ട്രീംസ് മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഹീസ് ഡിസെൻഡഡ് ഫ്രം ബോത്ത് ആഫ്രിക്കൻ ആൻഡ് വൈറ്റ് സ്റ്റോക്ക്, അയാൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ അതോടൊപ്പം തന്നെ വെള്ളക്കാരുടെ കുലത്തിൽ നിന്നുമാണ്. ആഫ്രിക്കൻ കുലമഹിമയും ആഫ്രിക്കൻ കുലത്തിൻ്റെ രീതിയും വെള്ളക്കാരുടെ കുലത്തിൻ്റെ രീതിയും കവിയിൽ കാണാം. സോ ദ പോയറ്റ് ഫീൽസ് ഹീസ് പോയിസൺഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത്, അതുകൊണ്ടാണ് കവി അങ്ങനെ എഴുതിയത്, പോയിസൺഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത്, രണ്ടിനാലും മലിനപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ക്രൈസ് വേർ ഷാൽ ഐ ടേൺ ഡിവൈഡഡ് ടു ദ വെയിൽ, അതുകൊണ്ടാണ് കവി ഉച്ചത്തിൽ ചോദിക്കുന്നത് ഞാൻ എങ്ങോട്ട് തിരിയും. ഡിവൈഡഡ് ടു ദ വെയിൽ, ആ സിരകളിൽ തന്നെ ഇത് രണ്ടുമുണ്ടല്ലോ. ദ പാരഡോക്സ് ഓഫ് ഹിസ് പൊസിഷൻ ഈസ് ദാറ്റ്, വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ വൈൽ ഹി ഹേറ്റ്സ് ബ്രിട്ടീഷ് റൂളിനെ വെറുക്കുമ്പോഴും ഹി ലവ്സ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അയാൾ ഇംഗ്ലീഷ് ഭാഷയെ ഇഷ്ടപ്പെടുന്നു. ദ പാരഡോക്സ് റിങ് ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട്, ആ പാരഡോക്സ് പുറത്തു കൊണ്ടുവരുന്നത് ദ ആംഗ്വിഷ്ഡ് ക്രൈ വിച്ച് ഈസ് ദ പോയം, ഒരു മനോവേദനയിൽ അധിഷ്ഠിതമായ വിലാപമാണ്, അതാണ് ഈ കവിത. ദി പോയംസ് ടൈറ്റിൽ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ആൻ ആംഗ്വിഷ്ഡ് അട്ടറൻസ് ഫ്രം ഫാർ അവേ ആഫ്രിക്ക, ഓർ എ ഫാർ ക്രൈ ഫ്രം ക്യാൻ ബി ടേക്കൺ ടു മീൻ ഡിഫറൻറ്റ് ഫ്രം, implying the difference between Africans and their colonizers. അതായത് ദ പോയത്തിൻ്റെ ടൈറ്റിലുണ്ടല്ലോ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക, എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ഇൻപെർട്ടോണിക്കത് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ്, വ്യാഖ്യാനിക്കാം, ആസ് ആൻ ആംഗ്വിഷ്ഡ് അട്ടറൻസ്, മനോവേദനയിൽ അധിഷ്ഠിതമായ ഒരു വിലാപമായിട്ട്, ഫ്രം ഫാർ അവേ ആഫ്രിക്ക, ആഫ്രിക്കയിൽ നിന്ന് വിദൂരതയിൽ നിന്നുകൊണ്ട് വിലപിക്കുന്ന ഒന്നായിട്ട് ചിത്രീകരിക്കാം. ഓർ അല്ലെങ്കിൽ എ ഫാർ ക്രൈ ഫ്രം ക്യാൻ ബി ടേക്കൺ ടു മീൻ, അതിൻ്റെ അർത്ഥം ഇങ്ങനെ എടുക്കാം, ഡിഫറൻറ്റ് ഫ്രം, വ്യത്യസ്തമായ, ഇംപ്ലൈയിങ്, സൂചിപ്പിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആഫ്രിക്കൻസ് ആൻഡ് ദെയർ കോളനൈസേഴ്സ്, ആഫ്രിക്കക്കാരും കോളനൈസേഴ്സും തമ്മിലുള്ള വെള്ളക്കാരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എടുക്കാം. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു റീഡ് ദ ടൈറ്റിൽ, ഇതും സാധ്യമാണ് നമുക്ക് ഈ ടൈറ്റിലിനെ, അതായത് ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നുള്ളത് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹൗ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഹൗ എങ്ങനെയാണ് ഡെത്ത് മരണം, ഡിസ്ട്രക്ഷൻ നാശം, വയലൻസ് അക്രമം, ഹാവ് മെയ്ഡ് ആഫ്രിക്ക, ഇതെല്ലാം ആഫ്രിക്ക എന്ന് പറയുന്നത് എ വൺ ടൈം പാരഡൈസ്, പണ്ട് സ്വർഗമായിരുന്നത്, അട്ടർലി ഡിഫറൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ് വൺസ്, പണ്ടത്തേതിൽ നിന്ന് അട്ടർലി ഡിഫറൻറ്റ്, തികച്ചും വ്യത്യസ്തമായ ഒന്നാക്കിയത് എങ്ങനെയെന്ന്. ദ പോയംസ് പ്രോഗ്രഷൻ ഓഫ് തോട്ട് ഈസ് ക്ലിയർലി മാർക്ഡ്, പോയത്തിൻ്റെ ചിന്താധാര, അതായത് എങ്ങനെ ചിന്ത ഇങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ കവിതയിലൂടെ.